എല്ലാവർക്കും ലോയൽ ബില്ലാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് നോക്കാം. ഇന്ന് എന്തൊക്കെയാണ് മാർക്കറ്റ് സംഭവിച്ചത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇന്ത്യ US വ്യാപാര കരാറിനെ കുറിച്ചുള്ള അനിശ്ചിതത്വം മൂലം വലിയ അസ്ഥിരതയാർന്ന സെക്ഷനാണ് വിപണി സാക്ഷ്യം വഹിച്ചത്. നേട്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും ഇടയിൽ വിപണി ചാഞ്ചാട്ടത്തിൻ്റെ പാതയാണ് സ്വീകരിച്ചത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ പ്രധാന ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകൾ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ താരിഫുകൾ ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാർ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വ്യാപാര കരാറിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച് ഒടുവിൽ വിപണി നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. തിങ്കളാഴ്ച വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ 321.16 കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയത്. ആഗോള നിക്ഷേപകരുടെ വിപണിയിലുള്ള ആത്മവിശ്വാസത്തിന്റെ അടയാളമായാണ് FII നിക്ഷേപത്തെ വിലയിരുത്തുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ 0.36% ഇടിഞ്ഞ് ബാരലിന് $69.33 ക്രൂഡ് ഓയിൽ വിലയിലെ കുറവ് പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നതാണ്. ദക്ഷിണ കൊറിയയുടെ കോസ്പി, ജപ്പാന്റെ നിക്കി 225, ചൈനയുടെ SSE കോമ്പോസിറ്റ്, ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ് എന്നിവ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചതും ആഭ്യന്തര വിപണിക്ക് ഊർജ്ജം പകർന്നു. രൂപയുടെ മൂല്യം 22 പൈസ ഉയർന്ന് 85.72 രൂപയായി. ഇതും വിപണിക്ക് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കാനുള്ള ഊർജ്ജം പകർന്നു. സെൻസെക്സ് 0.32% ഉയർന്ന് 83,712.51 നിഫ്റ്റി 50 0.24% ഉയർന്ന് 25,522.50 ക്ലോസ് ചെയ്തത്. പ്രൈവറ്റ് ബാങ്ക്, IT, റിയാലിറ്റി ഇൻഡെക്സുകൾ നേട്ടത്തിലായിരുന്നു. റിയാലിറ്റി ഇൻഡെക്സ് ഏകദേശം 1% നേട്ടം രേഖപ്പെടുത്തി. ഫാർമ, PSU ബാങ്ക്, FMCG ഓഹരികൾ ഇടിഞ്ഞു. കൺസ്യൂമർ ഡ്യൂറബിൾസ് 2.29%, ഫാർമ ഇൻഡെക്സ് 0.89% നഷ്ടം രേഖപ്പെടുത്തി. ഇനി ടോപ്പ് ഗെയിനേഴ്സും ലോസേഴ്സും നോക്കുകയാണെങ്കിൽ നവിൻ ഫ്ലോറിൻ ഇന്റർനാഷണൽ ഓഹരികൾ 3%-ലധികം ഉയർന്നു. കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി 750 കോടി രൂപ സമാഹരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഓഹരി നേട്ടം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നവീൻ ഫ്ലോറിൻ ഓഹരികൾ ഏകദേശം 15%, കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 44%-ലധികവും നേട്ടമുണ്ടാക്കി. ഓഹരി 5052 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. വാരി എനർജീസ്, NHPC, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ ഓഹരികൾ നേട്ടത്തിലായിരുന്നു. ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിൽ ഓട്ടോ കമ്പനികളുടെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു. ഓട്ടോ ഇൻഡെക്സ് 0.38% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. US താരിഫുകൾ പ്രധാനമായും ഓട്ടോ കമ്പനികളെയാണ് ബാധിക്കുകയെന്ന വിലയിരുത്തലാണ് ഈ മേഖലയ്ക്ക് തിരിച്ചടിയായത്. ഹീറോ മോട്ടോർ കോപ്പ്, മാരുതി സുസുക്കി ഇന്ത്യ തുടങ്ങിയ ഓഹരികൾ വിൽപ്പന സമ്മർദ്ദം നേരിട്ടു. 1% വരെ നഷ്ടത്തിലാണ് ഇവ ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ ഫാർമ കമ്പനികളുടെ ഓഹരികളും ഇന്ന് ഇടിവ് നേരിട്ടു. ഫാർമ കമ്പനികൾ അവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം US കയറ്റുമതിയിൽ നിന്നാണ് നേടുന്നത്. അതിനാൽ ട്രംപ് താരിഫുകൾ വർദ്ധിപ്പിച്ചാൽ ഈ കമ്പനികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും. അരബിന്ദ ഫാർമ ഓഹരികൾ 3%-ലധികം ഇടിഞ്ഞ് 1142 രൂപയിലും, ലൂപ്പിൻ ഓഹരികൾ ഏകദേശം 3% ഇടിഞ്ഞ് 1922 രൂപയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, സൈഡസ് ലൈഫ് സയൻസസ് ഓഹരികൾ 1.6%-ലധികം ഇടിഞ്ഞു. ടൈറ്റാൻ കമ്പനി, PGC, ഭാരതി ഹെക്സോകം തുടങ്ങിയ ഓഹരികളും നഷ്ടത്തിലായിരുന്നു. ഇനി കേരള കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ കേരള കമ്പനികൾ ഇന്ന് സമ്മിശ്ര പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിറ്റ ജെലാറ്റിൻ 8%-ലധികം ഉയർച്ചയുമായി നേട്ടപ്പട്ടികയിൽ മുന്നിട്ട് നിന്നു. ഓഹരി 922 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസ്, കിറ്റെക്സ്, സ്റ്റൈൽ ഹോൾഡിംഗ്സ് തുടങ്ങിയ ഓഹരികൾ നേട്ടത്തിലായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് 1.45% നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ ഫാക്ടറിനും നേരിയ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. ഹാരിസൺസ് മലയാളം 3.88% നഷ്ടത്തിൽ 212.75 രൂപയിലെത്തി. സ്കൂബിയുടെ, ടോളിൻസ് ടയേഴ്സ്, AVT തുടങ്ങിയ ഓഹരികളും ഇന്ന് നഷ്ടദിനമായിരുന്നു. ഇതുപോലുള്ള പോസ്റ്റ് മാർക്കറ്റ് വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്